യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആക്രമിച്ചതായി കണക്കാക്കൂ എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വീണ ജോർജുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ വീണ ജോർജിൻ്റെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും എക്സ്റേ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പരിശോധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സത്യമായി ഇവിടെ നിലനിൽക്കെ വീണ ജോർജ് സ്വയം കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണോ യൂത്ത് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിക്കുന്നത്? എന്നിട്ട് അവർ പറയുകയാണ്, വീഡിയോ ദൃശ്യങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടാൽ അവർക്ക് 1,00,000 രൂപ ഇനാം നൽകാം എന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ മുൻനിർത്തി പിരിച്ച പണം ആ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കലാണ്. അപ്പോൾ വയനാട് പിരിച്ച പണം എടുത്തിട്ട് ഇവിടെ ഇനാം പ്രഖ്യാപിക്കാനും ആശുപത്രി ബില്ലടക്കാനും ഏത് കാര്യത്തിനാണ് ബില്ലടച്ചത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് സ്വയം അപഹാസ്യരാവുകയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനാം പ്രഖ്യാപിക്കുക എന്തൊരു അസംബന്ധമാണ്. കാരണം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മെഡിക്കൽ ബുള്ളറ്റിൻ, അവരുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്ന സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ആ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിരവധി കള്ളങ്ങൾ തുടർച്ചയായി പറഞ്ഞ് പ്രകോപനമുണ്ടാക്കും. അവർ പറഞ്ഞ ഒന്നാമത്തെ കള്ളം പൊളിഞ്ഞു പോയില്ലേ? അവർ ഇന്നലെ എന്താ പ്രചരിപ്പിച്ചത്? ഇന്നലെ കോൺഗ്രസിൻ്റെ വക്താക്കൾ ഉൾപ്പെടെ ഫേസ്ബുക്ക് വഴി വ്യാപകമായി പ്രചരിപ്പിച്ചത് വീണ ജോർജിന് കൈക്ക് പരിക്ക് പറ്റിയെന്ന് വീണ ജോർജ് പറഞ്ഞു എന്നാണ്. എന്നിട്ട് വീണ ജോർജ് ഇന്നലെ ആ സംഭവത്തിന് മുന്നേ നിൽക്കുന്ന ഒരു പടം എടുത്ത് നേരത്തെ തന്നെ കൈക്ക് കറുത്ത പാടുണ്ടായിരുന്നെന്നും അതിങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ച് വീണ ജോർജ് ഇതാ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു, ഇന്നലെ രാവിലെ മുതലേ ഉള്ള പരിക്ക് ഇതാ ഞങ്ങൾ പുറത്തു വിടുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊരു പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്? വീണ ജോർജോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും അവർക്ക് കൈക്കാണ് പരിക്ക് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കിയിട്ട് ഈ നിലയിൽ ഈ സംഭവത്തെയെല്ലാം ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സൃഷ്ടിക്കുന്ന, KSU സൃഷ്ടിക്കുന്ന ഈ പ്രകോപനം അത് അങ്ങേയറ്റം അപകടമാണ്, കേരളത്തിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇനാം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള പണം അത് വയനാട്ടിലെ ദുരിതബാധിതരെ മുൻനിർത്തി പിരിച്ച പണമാണ്. ആ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഉപയോഗിക്കണം. 30 വീട് പറഞ്ഞിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ പിരിച്ച് കൊള്ളയടിച്ച കൊള്ള സംഘം ഇനാം പ്രഖ്യാപിച്ചിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് ശക്തമായ നിലയിൽ പ്രതികരിക്കാൻ കേരളീയ സമൂഹം മുന്നോട്ട് വരണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.